ആമസോണിൽ ആഡ് സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു 5 കാര്യങ്ങൾ ചെയ്തിരിക്കും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ആണ്. കൃത്യതയോടെയുള്ള ടൈറ്റിലും അതുപോലെ തന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾ വെച്ചിരിക്കേണ്ടത്. രണ്ടാമത്തത് വിഷ്വൽസ് ആണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഇമേജിന്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അതിന്റെ പർപ്പസ്, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പർപ്പസ് എന്താണെന്ന് തെളിയിക്കുന്ന ലെവലിലുള്ള ഇമേജസ് ആയിരിക്കണം നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസിംഗ് ആണ്. കോംപ്രഹെൻസീവ് പ്രൈസിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ കോമ്പറ്റീഷനെക്കാട്ടിലും ഹൈയിൽ നിങ്ങൾ ഒരിക്കലും പ്രൈസിങ് എന്ത് ചെയ്യരുത്, വെക്കരുത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവ്യൂസ് ആണ്. കസ്റ്റമർ റിവ്യൂസ് ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആഡ്സിൽ ഉൾപ്പെടുത്തേണ്ടത്. തീരെ റിവ്യൂസ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ഒന്നും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആഡ് ക്യാമ്പയിൻ ചെയ്യരുത്. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ റിവ്യൂസ് നോക്കുന്നുണ്ടാവും. റിവ്യൂസിൽ സീറോ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ബൈ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. റാൻഡം കീവേഡ്സ് ആഡ് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് നിങ്ങൾ ഓട്ടോമേറ്റഡ് ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് വരുന്ന കീവേഡ്സ് ഏതൊക്കെയെന്ന് ലഭിക്കുകയും അത് മാനുവലിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് ബേൺ ഔട്ട് ആവാതെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് വരുന്നതായിട്ട് കാണാം.